ഇടത്തരം പോത്തുകുട്ടികൾ അല്ലേ? ഇടത്തരം. എന്താ കൊമ്പ്, എന്താ തല, വളത്തുകുട്ടികളാ അല്ലേ? എത്ര ഉണ്ട്? 6 എന്ത് വില? പല വിലയുടെ പറഞ്ഞാൽ 33 മേനിയാ. ഇത് 27. ബാക്കിയൊക്കെ വില കൂടുതലാ. പറച്ചില അങ്ങനെയാണ്, അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കും. ഓരോൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് കൊടുക്കും അല്ലേ? അതാ ആക്കള് അത് അതാ മൂപ്പര അലിബായ്. ആരാ? വാപ്പച്ച അവന്റെ വാപ്പ. അതെ, വാപ്പാ കുളിച്ചിട്ട് വീഡിയോ എടുക്കണ്ട. വാപ്പ കുളിച്ചിട്ടില്ല. എന്റെ വാപ്പ എടുക്കണേ. വാപ്പയാണ്. അതിന് വാപ്പാക്ക് ഇതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കേട്ടിട്ടുണ്ടെങ്കിൽ തേട മുഴുവൻ യാതൊന്നുമില്ല. ഉമ്മാനെ വിളിക്കാറ്റോ അല്ലേ? നമ്മുടെ അവിടേക്ക് വാപ്പ എന്റെ വാപ്പ എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ അത് അവരുടെ വാപ്പ ഇവരുടെ വാപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇവരെന്താ ചങ്ങായി കുറെ അർത്ഥങ്ങളുണ്ട് അല്ലേ? ആ അർത്ഥം ഉദ്ധരിച്ചിട്ട് വിളിക്കണം. നിങ്ങളിവിടെ നിക്കി, ഞാനല്ല, നിങ്ങളൊന്നും കൊടുത്തില്ലേ? ഞാൻ 4 കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 4 25 എനിക്ക് ചോദിക്കുന്നു. 25 മേനിയാ ചോദിച്ചത് ഉള്ളതന്നല്ലേ? 25 മേനിക്ക് കൊടുക്കല്ലേന്നാ പറഞ്ഞത്. 25 മേനി ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 1 ഉറുപ്പ്യൊക്കെ ഉള്ളതിന് ചോദിക്കും. ആ കാളയുടെ ഉണ്ടാവോ? ആ കാളയുടെ അടുത്തുനിന്ന് വല്ലാണ്ട് മാറിയെന്നാളി. ആ കാളയുടെ അടുത്തുനിന്നേ വല്ലാണ്ട് മാറിയെന്നാളി മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതാ ചോദിക്കും. അല്ല, ആ കാളയുടെ അടുത്തുനിന്ന് മാറിയെന്നാളി. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ചെറുതാ കൊടുക്ക്. എത്ര കൊല്ലായി ഇപ്പൊ ചന്തയിൽ കയറൽ കൊടുത്തിട്ട്? 9 വർഷമായി. ഏതൊക്കെ ചന്തയിൽ പോകും? ആന്ധ്ര, കർണാടക, തമിഴ്നാട്. ഒറീസ പോവോ? ഒറീസ പോയില്ല. അവിടെ നിന്നൊക്കെ കൊണ്ടുവരും ഇപ്പൊ കന്ന്. നിങ്ങള് ആന്ധ്രന്ന് കൊണ്ടുവരുന്നു. എത്ര ആളുണ്ട് മൊത്തം? 3-4 ആളുണ്ട്. ഞാൻ ഒറ്റക്ക് പോയി എടുത്തിട്ട് വരും. ഇവിടെ ഉക്കാനും കൂടും. തോനെ കൊടുന്നു ഇയാള് അല്ലേ? ഇതെന്തേലും ഇതിനുണ്ടായില്ല? തമിഴ്നാട് വരെ പോകും. തമിഴ്നാട് അതിന്റെ അപ്പുറത്ത് കൊണ്ടുപോകില്ല. അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടവായിട്ടാ പൂവായിട്ടാ കടക്കാൻ പറ്റില്ല. വഴി അറിയില്ല. അല്ല, ഇപ്പൊ വഴി ചോദിച്ചറിഞ്ഞു പോയാ മൊബൈലിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് പോവാലോ. അത് എവിടെയും കയറ്റില്ലാത്തോടത്ത് പോയി നിൽക്കാതെ ഡേഞ്ചറാണ്. പൈസ ആയിട്ട് പോണോ? അത് ശരി. അപ്പൊ ചെക്ക് ചെയ്ത് പോയിക്കൂടെ? ചെക്ക് ആയിട്ട് പോയിക്കൂടെ? കൊണ്ടുപോയ നമ്മള് ചെക്കുംപാടെ കൊണ്ടുപോയത്. അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? അപ്പൊ കൊറേ റിസ്ക് ഉണ്ട് ഇതിനുണ്ട് എത്തിക്കാം. പൈസ ഉണ്ടാവുമ്പോ പിടിച്ചെക്കുന്ന പറഞ്ഞത്. പൈസ വളരെ റിസ്ക് ആണ്. നമ്മളോട് ഇറങ്ങി നമ്മള് തപ്പു. ആരാ അപ്പണ ആൾക്കാര്? കുണ്ടള്. കുണ്ട തപ്പിച്ചിട്ട് കായൊക്കെ മേടിക്കും. പിന്നെ കന്നു ആളും ഇല്ലാതെ നടക്കുമ്പോ വരേണ്ടി വരും അല്ലേ? അതാണ് നമ്മള് ചന്തയില് നമ്മള് ചന്തയിൽക്കണ്ട് കേറി വരുന്ന വൈൽക്കാട്ടാ. അത് വേണം. അതില്ലെങ്കിൽ പണി പാളും. ഞാൻ ഒറ്റക്ക് തന്നെയായിട്ട് പോക്ക്. നമ്മുടെ ഒപ്പം ആരും ഉണ്ടായില്ല. സ്ലീപ്പർ ക്ലാസ് ആ ഒരു കുട്ടിയാണെന്നോ? ഏതാച്ചും ഓടിച്ചോളി.
ഇത് വേണോ ഇതോ ഒരു 3 പോത്ത് വാങ്ങി കെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് പോയപ്പോ 3 കാണാനല്ലോ അവിടെ. അയച്ചോട്ടെ ആ കുട്ടികളോട്ടെ പിന്നെന്താ തെരഞ്ഞിട്ട് അടങ്ങാറായി. ശരി ഇതായി ഇടപെട്ട് സംഭാഷണം സാധനം ഇതാക്കി ആന്ധ്രവാല എന്തൊക്കെ പറയുന്നുണ്ട് ഉള്ളാണെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര താങ്ങലാണ്. നമ്മൾ വിശ്വസിക്കല്ലേ? അല്ലല്ല അവർക്കറിയാം. ഞാൻ വിശ്വസിക്കണ ഈ പറഞ്ഞ ഇതിൽ നോട്ടല്ല. ഇതില് കന്ന് പെണ്ണാലോചന ഇതില് വെറും കന്ന്. അല്ല അത് നമുക്ക് ശരിയാക്കാം. അത് നമുക്ക് ശരിയാക്കാം. പറഞ്ഞിട്ട് അത് ശരിയാക്കാം. അത് ശരിയാക്കാം. അത് നമ്മള് ശരിയാക്കി കൊടുക്കൂലേ. എന്താ വേറെ പോത്ത് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ എത്ര ഇതിന് വില അറിഞ്ഞ് മറന്ന് ആൾക്കാർ മറന്നുണ്ടാവും. ഞാൻ പറഞ്ഞു 1, 2, 3, 4, 5 എണ്ണം 34 മേനി. 34 മേനി അല്ലേ? 34 മേനി. വാങ്ങിയോ? വാങ്ങാൻ കൊടുക്കണ്ടേ? ഒരു ആനക്ക് അരപ്പണം കാണുന്ന ആളാണ്. ഇതാണ്ടോ അപ്പോ നിങ്ങൾ വില പറഞ്ഞതിന് എടുത്തോളന്നില്ലല്ലോ അല്ലേ? ഞാൻ വില പറഞ്ഞതൊന്നും കൊണ്ടുപോകണ്ട. എന്നാലും അതിനൊരു വില പറഞ്ഞതിനൊരു മര്യാദക്ക് ചോദിക്കണ്ടേ? അത് ചോദിക്കില്ല. മൂപ്പര് വെറും 15 റുപ്യുള്ള കയ്യില് അതിനുള്ള കൊടുത്താളേ തെരുവുത്തര ബഷീർ തെരുന്ന് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ